ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. എന്താണെന്ന് അമ്മയ്ക്ക് അറിയോ? അറിയാമല്ലോ. ഇന്നത്തെ വ്ളോഗ് നമ്മൾ ആദ്യമായിട്ട് ദുബായിൽ ക്യാമ്പിങ്ങിന് പോയ ഒരു ഈവനിങ് ആൻഡ് നെക്സ്റ്റ് ഡേ വ്ളോഗാണ്. അൽഖുദ്ര ലേക്കിലാണ് നമ്മൾ പോയത്. ആ ബേർഡ്സ് ആ സൺസെറ്റിൻ്റെ സമയത്ത് അതങ്ങനെ പറന്നു പോകുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അല്ലേ. നമ്മൾ കുറച്ച് നേരം അതവിടെ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോയത്? പിന്നെ നമ്മൾ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പോയി, അവിടെ സെറ്റിൽ ആവാൻ. അവിടെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ അൽഖുദ്രയിലെത്തിയത്. ആ സമയം തന്നെ അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറേ കറങ്ങി നടന്നിട്ടാണ് അവസാനം ഒരു സ്പോട്ട് കണ്ടുപിടിച്ചത്. അത് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഓൾറെഡി സൺസെറ്റായി. കണ്ടോ, നമ്മൾ ആ സ്പോട്ട് കണ്ടുപിടിച്ചതിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. അതെ, വീഡിയോയിൽ എത്രമാത്രം അതിൻ്റെ ഭംഗി അറിയുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല റെഡിഷ് ആയിരുന്നു. ഇവിടെയാണ് രാത്രി നമ്മൾ ക്യാമ്പിങ് ചെയ്യാൻ പോണത്. അതെ, നമ്മൾ തൊട്ടപ്പുറത്ത് നല്ല ഒരു ചെറിയ ലേക്കും അതിൻ്റെ ഈ സൈഡിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സ്പേസും ആയിരുന്നു ഇത്. അവിടെ പിന്നെ എല്ലാം സെറ്റിലായി. ആദ്യത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ടെൻ്റൊക്കെ അടിച്ച് അതിൻ്റെ ഉള്ളിലായി. തണുപ്പ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള തയ്യാറെടുപ്പായി. അച്ഛൻ അവിടെ ബാർബിക്യൂ ചെയ്യാൻ എല്ലാം റെഡിയാക്കി വെച്ചു. തണുപ്പായിരുന്നു. നമ്മൾ ടെന്റിന്റെ ഉള്ളിൽ ഇരുന്നു. ബാർബിക്യൂവിൻ്റെ കോൾ കത്തി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. ആ സമയം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ അവിടെ സെറ്റിലാക്കി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നേരെ എടുത്തു വെച്ചു ബാർബിക്യൂ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ അങ്ങനെ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്തൊക്കെയോ കുസൃതിത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് വീശാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്നത് ചിക്കൻ ഉണ്ടായിരുന്നു. 2 ടൈപ്പ് ചിക്കൻ ഉണ്ടായിരുന്നു. അത് 2 ടൈപ്പും അവിടെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ മസാലയും ഒരു റെഡ് കളർ മസാലയും. ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കും കെട്ടിവെച്ച ടെൻറ്റ് എന്തോ സംഭവിച്ച് താഴെ വീണു. പിന്നെ അത് സെറ്റിലാക്കാനായിട്ട് എല്ലാവരും കൂടെ പോയി. ഇടയ്ക്ക് ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ടു. അങ്ങനെ ടെൻറ്റൊക്കെ സെറ്റായി. കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ലൂഡോ കളിക്കാമെന്ന് പറഞ്ഞ് ഒരു റൗണ്ട് ലൂഡോയും എല്ലാവരും കൂടെ കളിച്ചു. ഈ കളിച്ചതിൻ്റെ എടുക്കും ഞാൻ കൊണ്ടുവന്ന സ്നാക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റൗണ്ട് കളിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും മതിയായി. പിന്നെ അടുത്ത ട്രിപ്പ് ചിക്കൻ ഇട്ടു. ഇതും വേറെ എന്തോ ഒരു സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ അടുത്തത് സോസേജ് ആയിരുന്നു. ആ സോസേജിനുള്ളിലെ ബ്ലാക്ക് മാർക്കൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്ത് വാങ്ങിയ കോൾ അത്ര സുഖം ഉണ്ടായിരുന്നില്ല. അത് കത്തി വരാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു. പിന്നെ അതിലെന്തോ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്നാലും അത് കുഴപ്പമില്ലാതെയൊക്കെ കിട്ടി. പിന്നെ ഒരു റൗണ്ട് ചിക്കനും കൂടെ ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എല്ലാവരും 2 ടെൻ്റൊക്കെ അടിച്ച് ഞങ്ങൾ സ്ഥലം മാറ്റി അടിച്ച് ടെൻ്റ്. പനീർ പിന്നെ കോളിൽ ഇങ്ങനെ ബാർബിക്യൂ പോലെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അത് കോള് ശരിയല്ലാതിരുന്ന കാരണം ഞങ്ങളുടെ കയ്യിൽ സ്റ്റൗ ഉണ്ടായിരുന്ന കാരണം അത് പിന്നെ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഫ്രൈ ചെയ്തു. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഇരുന്നു. ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നത്. ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ട് ഈ സമയമായപ്പോഴത്തേക്കും. എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി. നന്നായിട്ട് തണുപ്പായി. അങ്ങനെ ഉറങ്ങാൻ കിടന്നു. രാവിലെ 5:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് എന്താന്ന് അത്രയും സമയം എഴുന്നേക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. ടെൻറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നന്നായിട്ട് തണുപ്പ് അങ്ങനെ ഇറച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു രക്ഷയില്ലായിരുന്നിട്ട് അവസാനം ക്യാമ്പ് ഫയർ പോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ 2 പേരും കൂടെ ഇരുന്നിട്ട്. അത് നമ്മൾ ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈ പാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പാനിൻ്റെ ഉള്ളിലാണ് ഈ ക്യാമ്പ് ഫയർ ഇടുന്നത്. അതായത് നമുക്ക് ഡയറക്റ്റ് സാൻഡിൽ അങ്ങനെ ഇടാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ക്യാമ്പ് ഫയറിലൊക്കെ ഇരുന്ന് ആരും പുറത്തിറങ്ങാതെ എല്ലാവരും അകത്ത് തന്നെ ഇരിക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം ചായയുടെ സെറ്റപ്പൊക്കെ ചെയ്തു. ഒരു ചായയൊക്കെ ഇട്ട് ആ തണുപ്പത്തൊരു ചായയൊക്കെ ഇട്ട് കുടിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു രസം. തീ വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കുക കാര്യം, അല്ലാണ്ട് അവിടെ നിൽക്കാനായിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല തണുപ്പായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്, അല്ലേ ആദി? പൊളിയായിരുന്നു. ഇഷ്ടായോ? നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റിയോ? ഒരു ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു അവിടുന്നും ഇവിടുന്നും ഒക്കെ രാത്രിയാകുമ്പോഴത്തേക്കും. കാര്യം ഇച്ചിരി ക്രൗഡഡ് ആയിരുന്നു ആ പ്ലേസ്. നല്ല പാട്ടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇത് സൺറൈസ് ആകുന്നൊരു സമയമാണ്.
നമ്മളുടെ ലൊക്കേഷൻ സൺറൈസ് ശരിക്കും കാണാൻ പറ്റിയൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നില്ല. എന്നാലും ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച ബാക്ക്ഗ്രൗണ്ടിൽ ആ ക്യാമ്പ് ഫയറും ചൂട് ചായയും ഉള്ള ഒരു ഫുള്ള് വൈബായിരുന്നു അല്ലേ ആദി? പിന്നെ രാവിലെ ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്കിംഗ് ചെയ്യാൻ തുടങ്ങി. അവിടേക്ക് നമ്മളൊന്ന് ജസ്റ്റ് നോക്കാൻ ഇറങ്ങി. പിന്നെ രാവിലെ ആ മോർണിംഗ് സമയത്തുള്ള ആ ഒരു വ്യൂവും കുറേ ബേർഡ്സിൻ്റെ ആ ഒരു ചിർപ്പിംഗ് സൗണ്ടും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ടെൻ്റെല്ലാം തിരിച്ചു പോരാന്നുള്ള ഇതിലായി. ആ സമയത്തൊക്കെ ആയിരുന്നു ഒരു 9-9:30 ആയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എഗ് റോളാണ് ഉണ്ടാക്കി കഴിച്ചത്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പതിയെ നമ്മൾ അവിടുന്ന് ഇറങ്ങാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പിന്നെ ടെൻ്റൊക്കെ അഴിച്ച് മടക്കി എല്ലാ സാധനങ്ങളും ഒക്കെ ലോഡ് ചെയ്ത് ഇതേ സമയം ഈ ഒരു പ്ലേസിലാണ് നമ്മൾ ക്യാമ്പിങ് ചെയ്തത്. നമ്മൾ തിരിച്ചു പോകുമ്പോഴും ആ പ്ലേസ് അതുപോലെ തന്നെ വൃത്തിയാക്കി ഇടുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ ക്യാമ്പ് ചെയ്തത് ആ ഫ്ലെമിംഗോ ലേക്കിൻ്റെ അടുത്താണ്. അപ്പോൾ തിരിച്ച് വരുന്ന വഴി നിറയെ ഫ്ലെമിംഗോസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതിൻ്റെ അവിടെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ക്യാമ്പിങ്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. Thank you for watching. Bye. See you soon.